വെച്ചാൽ ആലുവയിലുള്ള DIYയിലാട്ടോ കുറേ കാലമായി ഞാൻ DIYയിൽ പോകണം വിചാരിക്കണേ. ആലുവയിൽ ഇങ്ങനെ പുതിയൊരു സ്റ്റോർ വന്നതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ പോയി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കയറുന്നതോട് തന്നെ ഇതുപോലുള്ള കുറേ ക്യൂട്ടായിട്ടുള്ള പെന്നുണ്ട്. പെന്ന് മാത്രമല്ല കേട്ടോ, ഇതുപോലുള്ള കുറച്ച് അതായത് നമ്മുടെ ജേർണലിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളും ചെറിയ ചെറിയ ഡയറീസും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബർത്ത്ഡേൻ്റെയൊക്കെ തന്നെ കംപ്ലീറ്റ് എന്താ പറയുക സെറ്റ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. അതായത് ക്യാൻഡിൽസും പിന്നെ അതുകൂടാണ്ട് ഗ്ലാസസും പിന്നെ ഡെക്കറേറ്റീവ് ഐറ്റംസ് അങ്ങനെ കംപ്ലീറ്റ് സാധനങ്ങൾ. പിന്നെ അതുകൂടാണ്ട് ഈ ഒരു സെക്ഷൻ മൊത്തം ബോർഡാണ്, അതായത് വൈറ്റ് ബോർഡും കാര്യങ്ങളും. പിന്നെ കുറേ ടോയ്സ് വരുന്നുണ്ട്, പിന്നെ ഇതുപോലുള്ള കുറേ ബോക്സസ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെയുള്ള നമ്മൾ ഇത് ഭയങ്കര കുഞ്ഞു പിള്ളേർ കളിക്കൂലേ അതുപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ കുറേ സോഫ്റ്റ് ടോയ്സ് വരുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെയെന്ന് വെച്ചാൽ ഒരുപാട് ഓഫേഴ്സ് അവൈലബിൾ ആണ്. അതായത് 500 രൂപേൻ്റെ ഡോളൊക്കെ 250 രൂപയ്ക്ക് അങ്ങനെയൊക്കെ ഒരുപാട് എന്താ പറയുക ഭയങ്കര അടിപൊളിയാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള സാധനങ്ങളുടെ പ്രൈസിങ് വരുന്നത് കേട്ടോ. അതാണ് ഏറ്റവും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനം എന്ന് പറയുന്നത്. സോ DIY ഭയങ്കര ഈ ഒരു സ്റ്റോർ ഭയങ്കര ലോ പ്രൈസിലാണ് ഞാൻ മൊത്തത്തിൽ സാധനങ്ങളൊക്കെ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് മനസ്സിലായത്. പിന്നെ പോരാത്തതിന് ഇതുപോലുള്ള ഭയങ്കര ഈസ്തെറ്റിക് സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എൻ്റെ അമ്മോ ഈ സ്റ്റോറിൽ കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇറങ്ങാൻ തോന്നില്ല കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ലിറ്ററലി ഞങ്ങൾ ഈ സ്റ്റോറിൽ കയറിയിട്ട് ഏകദേശം ഒരു 2-3 മണിക്കൂർ ചുമ്മാ അത് കൂടെ നടക്കിയെന്ന് വേണമെങ്കിൽ പറയണം കേട്ടോ. അതായത് ഇവിടെയുള്ള കംപ്ലീറ്റ് സാധനങ്ങൾ എടുത്തു നോക്കി ആൻഡ് ഇറ്റ് ലുക്സ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ അടുത്തൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ കാണുന്ന ബുക്സൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട്. ഇതൊക്കെ കണ്ട് ഇത് വീക്ക്ലി പ്ലാനറാട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് കൂടാണ്ട് ഇതുപോലെ കുറേ എന്താ പറയുക ഇങ്ങനെ തൊപ്പിക്കുള്ള കുറേ ബുക്കുകളുണ്ട്. ഭയങ്കര ഈസ്തെറ്റിക്കാണ് ആൻഡ് കാണാനായിട്ട് അടിപൊളി. പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെയൊക്കെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇതൊക്കെ ഒരു 500 റേഞ്ചൊക്കെ ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഒരിക്കലും ഇല്ല കേട്ടോ. 300-250 റേഞ്ചിലൊക്കെയാണ് ഇവിടെ കാണുന്ന മിക്ക സാധനങ്ങളും ഉള്ളത്. ഇവിടെ കാണിച്ചേക്കുന്ന ഈ കംപ്ലീറ്റ് സാധനങ്ങൾക്കെല്ലാം അവർ ഓഫർ പ്രൈസിനാട്ടോ വിൽക്കണേ. പിന്നെ ഇത് കണ്ടോ, ഈ ഒരു ബുക്ക് ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അതായത് ഭയങ്കര തിന്നായിട്ടുള്ളൊരു ബുക്ക്. പിന്നെ വന്നിട്ട് സ്കെച്ച് ബുക്ക് എന്ന് പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു ഹൈ ക്വാളിറ്റി ബുക്കാണ്. അതായത് ഈ പടമൊക്കെ വരയ്ക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാം. പിന്നെ വന്നിട്ട് ജെമ്മാർഡ്സ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. ഞാൻ മറ്റേ റീൽസിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ പോരാത്തതിന് ഇതുപോലെ കുറേ ബ്ലാക്ക് കളറായിട്ടുള്ള ബുക്ക് ഉണ്ട്. എനിക്ക് ബ്ലാക്ക് കളർ ബുക്ക് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം തോന്നി കേട്ടോ. ഞാനിങ്ങനെ വിചാരിക്കുക മേ ബി വൈറ്റ് കളർ പെന്നുകൊണ്ട് അല്ലെങ്കിൽ വൈറ്റ്നർ കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ അതിൽ എഴുതുക എന്നുള്ളത്. പിന്നെ വന്നിട്ട് ഇതുപോലെ കുറേ ക്രാഫ്റ്റിനുള്ള ഐറ്റംസ് ആണ്. അതായത് കറക്ഷൻ ടേപ്പ് ഉണ്ട്. പിന്നെ പോരാത്തതിന് കുറച്ച് ഫാൻസി കൈൻഡ് ഓഫ് കറക്ഷൻ ടേപ്പ് വരുന്നുണ്ട്. പിന്നെ ഇതുപോലുള്ള കുറച്ച് പെന്നുകളുണ്ട്. പിന്നെ വന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇതുപോലെ ഒരുപാട് കുഞ്ഞു ഡയറീസ് ഉണ്ട് കേട്ടോ. കാണാനും ഭയങ്കര ഭംഗിയാണ്. കുറേ നല്ല പ്രിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ വന്നിട്ട്. പിന്നെ അത് കൂടാണ്ട് ക്വാളിറ്റി വൈസും ഭയങ്കര അടിപൊളിയാണ്. ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യുന്നില്ല, അത്രയും കിടുവാണ് കേട്ടോ. പിന്നെ പോരാത്തതിന് നമുക്ക് ഇതുപോലുള്ള ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ട്. ആൻഡ് ഇതിൻ്റെയൊക്കെ പ്രൈസ് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഈ 40 റുപ്പീസ് 50 റുപ്പീസിനൊക്കെ സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതായത് ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം 25 റുപ്പീസ് ഓൺവേർഡ്സ് നമുക്ക് സാധനങ്ങൾ കിട്ടും. പിന്നെ അത് എല്ലാത്തിനും ഇങ്ങനെ ഓഫറും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ നോക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള സാധനങ്ങൾ കിട്ടും കേട്ടോ. പിന്നെ വരുന്നത് ഇതുപോലുള്ള ചെറിയ ഡയറീസാണ്. ഇങ്ങനെയുള്ള ഒരുപാട് ഡയറീസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ പോരാത്തതിന് ഇങ്ങനെയുള്ള കുറേ പെൻസിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. സ്റ്റിക്കി നോട്ട്സ് വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ഇങ്ങനെയുള്ളൊരു കുഞ്ചി കിട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ഡോണറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കുഞ്ചിയാണിത്. സോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് പൈസയൊക്കെ ഇട്ടയ്ക്കാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ് ലുക്ക് സോ ക്യൂട്ട്. പിന്നെ പോരാത്തതിന് ഇതുപോലുള്ള ഒരുപാട് പൗച്ചസ് വരുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റ് ബോക്സുകൾ വരുന്നുണ്ട്. അത് പറയാണ്ടിരിക്കാൻ വയ്യ, പല വെറൈറ്റി ഗിഫ്റ്റ് ബോക്സസ് ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റോറിൽ കയറിയാലേ നമുക്ക് മൊത്തത്തിൽ സാധനങ്ങൾ വാങ്ങി എടുത്തുകൊണ്ട് പോകാനായിട്ട് തോന്നും. പക്ഷെ അത്രയും അങ്ങനെയുള്ള ബഡ്ജറ്റ് നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഇപ്പം സാധനങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വേണ്ട സാധനം മാത്രം മേടിക്കാം കേട്ടോ. ഈ ഗിഫ്റ്റ് ഹാമ്പറൊക്കെ റെഡിയാക്കുന്നവർക്ക് എനിക്ക് തോന്നുന്നു അവർക്ക് ഇവിടെ നിന്നൊക്കെ സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുതലാവാൻ മതിയാവും. കാരണം ഈ ഗിഫ്റ്റ് ഹാമ്പേഴ്സിനും ഗിഫ്റ്റ് ബോക്സിനൊക്കെ അത്യാവശ്യം ഇവിടെ കുറച്ചൊരു അഫോർഡബിൾ പ്രൈസിൽ തന്നെയായിട്ട് വരുന്നത്. അതുപോലെ ഈ ഗിഫ്റ്റ് എന്താ പറയുക ബാഗിനും അത്യാവശ്യം നല്ല പ്രൈസിലാണ് വരുന്നത്. പിന്നെ പോരാത്തതിന് ഇതുപോലെ ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസ് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ ഞങ്ങൾ കുറച്ചും കൂടി ഒന്ന് വേറെ വഴിയിലേക്ക് പോയപ്പം ഇങ്ങനെ കുറച്ച് കോമ്പ് മിറർ പിന്നെ അതുപോലെ നെയിൽ ആർട്ട് ചെയ്യാനായിട്ടുള്ള പല
ഡിസൈൻഡ് എന്താ പറയുക ഇങ്ങനെ ഇതുപോലുള്ള മാനിക്യൂർ ഐറ്റംസ് വരുന്നുണ്ട്. പിന്നെ പോരാത്തതിന് നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജ്വല്ലറീസ് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഇയറിങ്സും അതുപോലെ എന്താ പറയുക മാല, പിന്നെ അത് കൂടാണ്ട് നമുക്ക് മുടിക്ക് കെട്ടാനായിട്ടുള്ള സാധനങ്ങൾ, ക്ലിപ്സ്, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിൽ വരുന്നുണ്ട്. പോരാത്തതിന് കുറേ ഓഫേഴ്സും വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് പിള്ളേർക്ക് പറ്റിയിട്ടുള്ള കുറച്ച് ഇങ്ങനെ എന്താ സ്പ്രിങ് പോലുള്ള ഹെയർ ബോ, ഇതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. പിന്നെ അത് കൂടാണ്ട് ഒരുപാട് ഡെക്കറേറ്റീവ് ഐറ്റംസും. പിന്നെ എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ ബോക്സ് ഓർഗനൈസർ. അതായത് നമ്മുടെ ഈ കുഞ്ഞു കുഞ്ഞു ഓർണമെൻറ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഇട്ട് വയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഇതാണ്. ഇതൊരു കിറ്റ് പോലത്തെ ഒരു ബാഗാണ് കേട്ടോ. അത്യാവശ്യം എന്താ സ്പേഷ്യസ് ആണ്, പോരാത്തതിന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലും കൂടിയാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾ നേരെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ DIYനെ നേരെ മേലേക്ക് കയറി കേട്ടോ. മേലേക്ക് കയറിയപ്പോൾ ആണെങ്കിൽ അവിടെ ഒരുപാട് നമുക്ക് കിച്ചണിലേക്ക് പറ്റുന്ന കുറേ ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ള എന്താ പറയുക പാത്രങ്ങളുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം DIY എന്ന് പറയുന്നത് ജസ്റ്റ് ഫോർ ക്രാഫ്റ്റ്സിന് വേണ്ടി മാത്രമുള്ള ഒരു സാധനം എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. അതായത് ഈ DIYയിൽ കയറുന്നവരെ. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ക്രാഫ്റ്റിൻ്റെ മാത്രമല്ല നമുക്ക് കിച്ചണിലേക്ക് വേണ്ടതും അതല്ലാണ്ട് നമുക്ക് ഡെയിലി യൂസിന് വേണ്ട കാര്യങ്ങളും അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. പിന്നെ അത് പോരാത്തതിന് ഇവിടുത്തെ ഈവൻ ദോ നമ്മൾ ഡെയിലി കിച്ചണിലേക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണെങ്കിലും ഒരു എന്താ പറയുക പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഓരോ സാധനങ്ങളുടെയും ക്യൂട്ട്നെസ്സാണ്. ദ ലെവൽ ഓഫ് ക്യൂട്ട്നെസ് ഇസ് അടിപൊളി. പിന്നെ ഇത് കണ്ടോ, ഇത് പിൽ ബോക്സ് ആണ് കേട്ടോ. അതായത് നമുക്ക് ഇപ്പം ഡെയിലി ഇപ്പം മരുന്നൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ഡേ ആൻഡ് നൈറ്റ് ഡിഫറെൻറ്റ് മരുന്നൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടുള്ള പാത്രമാണ്. പിന്നെ അത് കൂടാണ്ട് വെറ്റ് വൈപ്സ് ഒക്കെ ഉണ്ട്. ഈ വെറ്റ് വൈപ്സിനൊക്കെ 25 രൂപയാട്ടോ ആകെ വരുന്നുള്ളൂ. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ സാധനങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ നോക്കി കുറേ ഐറ്റംസ് കണ്ടു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു ഫ്ലോർ മാറ്റ് കേട്ടോ. ഭയങ്കര വലിയൊരു ഫ്ലോർ മാറ്റ്, പക്ഷേ അതിൻ്റെ മുകളിൽ എന്തോ ചളിയൊക്കെ പിടിച്ചതിന് കുറച്ച്. പിന്നെ കുറച്ചും കൂടെ അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് കുറേ ബാഗ്സ് കണ്ടു, ടോട്ട് ബാഗ്സ് കണ്ടു, ക്ലോക്കുകൾ കണ്ട്, പിന്നെ അത് കൂടാണ്ട് കുറേ ക്യാപ്പുകളുണ്ട്. അങ്ങനെ മൊത്തത്തിൽ കളറാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ അതുപോലെ ടേബിൾ ലാംപ്സ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇങ്ങനെ ഒരു ടൈമിൽ നമുക്കൊരു ഈസ്തറ്റിക് ആയിട്ടുള്ളൊരു റാബിറ്റിൻ്റെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നല്ലോ, അതുണ്ടായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഇപ്പോൾ പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇതുപോലുള്ള കുറേ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് എന്താ പറയുക ജേർണലിങ് സെറ്റിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഈ ക്ലോക്ക് ഉണ്ട്, ഇത് നമ്മുടെ മറ്റേ അലാം അടിക്കുന്ന ക്ലോക്ക് ഉണ്ടല്ലോ, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുമല്ലോ, ആ ക്ലോക്ക് ആട്ടോ. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഈ DIY മൊത്തം ഒന്ന് കറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് ഗീവ് അവേക്ക് DIYന്ന് എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ചിട്ട് നിങ്ങൾക്ക് തരണമെന്നാട്ടോ ഞാൻ ഉദ്ദേശിക്കണേ. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് കാണാം.